ഉത്തരാഖണ്ഡിലെ തീവ്ര ഹിന്ദുത്വവാദികൾക്കെതിരെ ഒറ്റയ്ക്ക് പോരാടി നിന്ന തൻ്റെ പേര് മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞ ദീപക് കുമാറിൻ്റെ ഇന്നത്തെ അവസ്ഥ എല്ലാവരും അറിയേണ്ടതാണ്. ഉത്തരാഖണ്ഡിലെ കോട്ട്വാറിൽ സ്കൂൾ യൂണിഫോം വിൽക്കുന്ന പാർക്കിൻസൺ രോഗബാധിതനായ ഒരു മുസ്ലിം വൃദ്ധനെ മതത്തിൻ്റെ പേരിൽ ആ കടയുടെ ബോർഡിൻ്റെ പേരിൽ ആക്രമിക്കാൻ ശ്രമിച്ച ബജ്രംഗ് ദൾ പ്രവർത്തകരിൽ നിന്ന് രക്ഷിച്ചത് ദീപക് കുമാറാണ്. ഈ വിഷയം ദേശീയ ശ്രദ്ധയിലെത്തുകയും ദീപകിനെ ഒരുപാട് പേർ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഏതാണ്ട് 160ഓളം പേരോളം ഉണ്ടായിരുന്ന കോട്ട്വാറിലെ ഏറ്റവും പ്രശസ്തമായ അദ്ദേഹത്തിന്റെ മൾട്ടി ലെവൽ ജിമ്മിൽ ഇപ്പോൾ ആകെ വരുന്നത് 10-ൽ താഴെ ആളുകളാണ്. അതും ഉടനെ ഇല്ലാതാകും, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കും. അതാണ് ഉത്തരാഖണ്ഡിലെ രാഷ്ട്രീയം. കഴിഞ്ഞ ദിവസം ദീപക് മുഹമ്മദിനെ കാണാൻ ജോൺ ബ്രിട്ടാസ് MP അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരുന്നു. ഉത്തരാഖണ്ഡിലെ മതസൗഹാർദ്ദത്തിന്റെ കാവലാലാണ് ദീപക് മുഹമ്മദ് എന്നും രാജ്യത്തിനാകെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി മാതൃകയാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് അദ്ദേഹം ഈ ലോകത്തിന് നൽകുന്നത്. തന്റെ നിലപാട് കാരണം ദീപകിന് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അദ്ദേഹം ഉപജീവനത്തിനായി നടത്തിയിരുന്ന ജിമ്മിൽ മുമ്പ് 150ഓളം പേർ വന്നിരുന്നു. ഇപ്പോഴത് 6-7 പേരായി ചുരുങ്ങി. ദീപകിന്റെ ജീവിതമാർഗം തടസ്സപ്പെടുത്താനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നതിനൊപ്പം അദ്ദേഹത്തെ ഊരുവിലക്കുകയാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഈ അവസ്ഥ കണ്ടാണ് ജോൺ ബ്രിട്ടാസ് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ആകട്ടെ എന്ന് കരുതി ദീപകിന്റെ ജിമ്മിൽ പോവുകയും ഒരു വർഷത്തെ മുഴുവൻ ഫീസായ 10,000 രൂപയും നൽകി അവിടെ മെമ്പർഷിപ്പ് എടുത്തത്. ദീപക് ഈ വിഷയത്തിൽ ഒരു രൂപ പോലും പണമായോ അല്ലെങ്കിൽ സമ്മാനമായോ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമായ ജിമ്മിൽ അദ്ദേഹം മെമ്പർഷിപ്പ് എടുത്തത്. അവിടെ BJP ആണ് ഭരിക്കുന്നത്, പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടി അവിടെ ശക്തമാണ്. ഈ ഹിന്ദുത്വ ആക്രമണത്തെ ചെറുക്കാൻ അവർക്ക് കഴിയും, പക്ഷേ അവരത് ചെയ്യുന്നില്ല. നേതാക്കൾ അതിനായി അവരോട് ആഹ്വാനം ചെയ്യുന്നുമില്ല. ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി എക്സിൽ പോസ്റ്റിട്ട് ദീപകിനെ അഭിനന്ദിച്ചു. എന്നാൽ ഭാരതയാത്ര തലങ്ങും വിലങ്ങും നടത്തിയ ആൾക്ക് അവിടെ വരെ പോകാൻ സമയമില്ല. പ്രവർത്തകരോട് ദീപകിന് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ പറയുന്നുമില്ല. അതാണ് കോൺഗ്രസ്. ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപങ്ങൾക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസും ഉത്തരവാദികളാണ്. ശബ്ദം ഉയർത്താനും പ്രതിഷേധിക്കാനും വേണ്ടുന്ന അണികൾ ഉണ്ടായിട്ടും എല്ലായിടത്തും അവർ പേടി കാരണം മൗനം പാലിച്ചു. അതുതന്നെയാണ് മത തീവ്രവാദികൾക്ക് വളമായി മാറുന്നത്. ഈ സംഭവം നമ്മുടെ കേരളത്തിലാണെങ്കിൽ എന്താണ് ഉണ്ടാകുന്നത്? ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ നമ്മൾ രാഷ്ട്രീയ ഭേദമന്യേ ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് പിന്തുണ കൊടുക്കും. വേണ്ടി വന്നാൽ അയാൾക്ക് കാവൽ നിൽക്കും. അയാൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ CPM-ഉം കോൺഗ്രസും അടക്കമുള്ള പാർട്ടികളും സംഘടനകളും എല്ലാം ഉണ്ടാകും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് അയാളുടെ ബിസിനസ് നേരത്തെ ഉണ്ടായിരുന്നതിലും നല്ലൊരു നിലയിലേക്ക് കൊണ്ടുവരും. അതാണ് കേരളം. ഇന്നലെ ജോൺ ബ്രിട്ടാസ് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് മൈക്കിൾ ഒ ഡയറിനെ ലണ്ടനിൽ പോയി വെടിവെച്ചു കൊന്ന ഉദ്ധം സിംഗിനോട് ബ്രിട്ടനിലെ കോടതി പേര് ചോദിച്ചപ്പോൾ തന്റെ പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാണ് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അതേപോലൊരു ശബ്ദമാണ് ഒരു സാധാരണക്കാരിൽ നിന്നും കഴിഞ്ഞ ദിവസം രാജ്യം കേട്ടത്. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ തൻ്റെ പേര് മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞ ഉത്തരാഖണ്ഡിലെ കോട്ട്വാറിലെ ദീപക് കുമാർ ഇന്ത്യയുടെ സ്വതന്ത്ര സമരകാലത്തെ മൂല്യങ്ങളാണ് ഹിന്ദുത്വ ഭീകരവാദികൾക്ക് മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്നത് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത്.